ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് 7ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയുടെ പാദവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ നോക്കാം. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. നോക്കുകുത്തി. എത്ര മനോഹരം നോക്കുകുത്തി, പാടത്ത് നിന്റെ ഈ നിൽപ്പു കണ്ടാൽ പച്ചക്കറിക്കൊരു കാവലാളെന്ന ഭാവമേ ഇല്ല നിനക്ക്. ചട്ടിത്തലയിൽ ചിരിവച്ചെങ്ങനെ നോക്കി നിൽക്കുന്നു നീ നിത്യം. കൂട്ടമായി പോകുന്ന കുട്ടികൾ, രാവിലെ പാലുകൊണ്ടോടുന്ന പെണ്ണ്, വേലി വളയ്ക്കാത്ത പാടം മുറിച്ചു കൊണ്ടെത്തുന്ന പൂവാലിപ്പൈ, ഉച്ചമയക്കത്തിലെത്തുന്ന മൈനകൾ, കൊത്തിക്കൊറിക്കും സ്വകാര്യം, മൊട്ടത്തലക്കുമേൽ കയറിയിട്ട് വലിയ ഭാവത്തിലങ്ങനെ കാക്ക, ഒന്നുമറിയാത്ത പോലെ നീ നിൽപ്പാണു രാവിലെ മഞ്ഞിൻ തണുപ്പിൽ, കോമാളി വേഷവും കെട്ടി എങ്ങനെ പാടവരമ്പത്ത് ചേലിൽ. എ ജയകൃഷ്ണൻ. ഇനി നമുക്ക് ചോദ്യം നോക്കാം. നോക്കുകുത്തി പച്ചക്കറിക്ക് ആരാണ്? കൂട്ടുകാരൻ, കാവലാൾ, ബന്ധു, ഉടമസ്ഥൻ. എന്തായിരിക്കും? കാവലാൾ. അടുത്തത്, രാവിലെ ഓടിപ്പോകുന്ന പെണ്ണ് ആരാണ്? നോക്കുകുത്തി, പൂവാലി, പാൽക്കാരി, പച്ചക്കറിക്കാരി. ഏതായിരിക്കും മക്കളെ? പാൽക്കാരി. അടുത്തത്, മൈനകൾ കൊത്തിക്കൊറിക്കുന്നത് എന്താണ്? സ്വകാര്യം, ഫലിതം, ധാന്യങ്ങൾ, മഞ്ഞ്. എന്തായിരിക്കും? ധാന്യങ്ങൾ. അടുത്തത്, ഗൗരവമില്ലാതെ നോക്കുകുത്തി ചിരിക്കുന്നതിൻ്റെ കാരണം. ചലനമില്ലാത്ത നോക്കുകുത്തി ആയതുകൊണ്ട്, മൈനകളെ കണ്ടതുകൊണ്ട്, കോമാളി വേഷം കെട്ടിയതുകൊണ്ട്, പാടം കടന്നു പശു വന്നതുകൊണ്ട്. എന്തായിരിക്കും? ചലനമില്ലാത്ത നോക്കുകുത്തി ആയതുകൊണ്ട്. ഇനി അടുത്തത്, രാവിൽ മഞ്ഞിൻ തണുപ്പിൽ നിന്നത്. കാക്ക, മൈന, നോക്കുകുത്തി, പൈ. ഏതായിരിക്കും? നോക്കുകുത്തി. അടുത്തത്, പ്രവർത്തനം 2, വാക്മയ ചിത്രം. അകലെ വെള്ളിമേഘങ്ങൾ ഓമനിക്കുന്ന നെല്ലിയാമ്പതി മലനിരകൾ. താഴെ പച്ചപരവതാനി വിരിച്ച് നെൽപ്പാടങ്ങൾക്കു കാവലെന്നോണം തല ഉയർത്തി നിൽക്കുന്ന കേരവൃക്ഷങ്ങൾ. മനസ്സും ശരീരവും ഒരുപോലെ തഴുകി നീങ്ങുന്ന തണുത്ത കാറ്റും അരുവികളും. കൈത്തോടുകളും ഇല്ലിവേലി കെട്ടിയ ചെറുകുടിലുകളും. പ്രകൃതി ഭംഗിയാൽ സമ്പന്നമായ പാലക്കാടൻ ഗ്രാമകാഴ്ച. ഒരു ഗ്രാമത്തിൻ്റെ മനോഹരമായ വർണ്ണചിത്രം നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞില്ലേ? മുമ്പ് എപ്പോഴും നിങ്ങൾ കണ്ട് ആസ്വദിച്ച ഗ്രാമത്തിൻ്റെ വാക്മയ ചിത്രം തയ്യാറാക്കുക. നമുക്ക് നോക്കാം. എൻ്റെ അമ്മൂമ്മയുടെ ഗ്രാമമാണ് ഞാൻ കണ്ട് ആസ്വദിച്ച ഏറ്റവും മനോഹരമായ സ്ഥലം. ചുറ്റും നെൽവയലുകളും തെങ്ങുകളും നിറഞ്ഞതാണ് ആ ഗ്രാമം. രാവിലെ കോഴി കൂവുന്ന ശബ്ദവും വയലിലെ തവളകളുടെ ശബ്ദവും കേൾക്കാം. വീടുകളുടെ മുറ്റത്ത് തുളസിത്തറയും കുളവും ഉണ്ട്. ആളുകൾ സ്നേഹത്തോടെയും ഒരുമയോടെയും ജീവിക്കുന്നു. വൈകുന്നേരം ക്ഷേത്രത്തിൽ വിളക്ക് കത്തുന്നതും കുട്ടികൾ കളിക്കുന്നതും കാണാൻ വളരെ ഭംഗിയാണ്. പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്ന ആ ഗ്രാമം എനിക്ക് മനസ്സിൽ ഒരു വാക്മയ ചിത്രം പോലെയാണ്. ഇനി അടുത്ത ചോദ്യം, വിണ്ണിൻ വെളിപ്പാട് ചോന്നതെപ്പോൾ? മണ്ണിൽ പുതുമണം പൊങ്ങിയപ്പോൾ, കന്നി നെൽക്കണ്ടം ഉഴുതപ്പോൾ, ഉണ്ണിക്കതിരോൻ്റെ പൊന്നുകപ്പാടേറ്റപ്പോൾ. അപ്പോൾ ഏതായിരിക്കും മക്കളെ? കന്നി നെൽക്കണ്ടം ഉഴുതപ്പോൾ. അടുത്തത്, പ്രവർത്തനം 3, വിവരണം. പൂതൻതിറ നാടൻ ചുവടുവെച്ചുള്ള നൃത്തരൂപമാണ്. പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് പൂതൻതിറ പ്രചാരത്തിലുള്ളത്. ഈ അനുഷ്ഠാന കലാരൂപം കെട്ടിയാടുന്നത് മണ്ണാൻ, വണ്ണാൻ സമുദായക്കാരാണ്. മകരക്കോത്ത് കഴിഞ്ഞുള്ള വേലവരവുമായി ബന്ധപ്പെട്ടാണ് തിറ. പൂതൻ കെട്ടിയാടുന്നത് ചെണ്ട, ഇലത്താളം തുടങ്ങിയ വാദ്യോപകരണങ്ങൾ പൂതൻതിറയ്ക്ക് അകമ്പടിയായി ഉണ്ടാകും. ഒരു നാടൻ കലാരൂപത്തെക്കുറിച്ച് വായിച്ചില്ലേ? നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും നാടൻ കലാരൂപത്തെക്കുറിച്ച് വിവരണം തയ്യാറാക്കുക. അപ്പോൾ നമുക്കത് നോക്കാം. തെയ്യം. തെയ്യം വടക്കൻ കേരളത്തിലെ, പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രസിദ്ധമായ ഒരു നാടൻ കലാരൂപമാണ്. ദൈവം എന്നർത്ഥമുള്ള ദൈവം എന്ന വാക്കിൽ നിന്നാണ് തെയ്യം എന്ന പേര് വന്നത്. ഇത് അവതരിപ്പിക്കുന്നത് വണ്ണാൻ, മലയൻ, കോപ്പാളർ തുടങ്ങിയ സമുദായക്കാരാണ്. തെയ്യം കെട്ടുന്നത് രാത്രിയാണ്. മുഖത്ത് മനോഹരമായ ചായം, തലയിൽ വലിയ കിരീടം, ശരീരത്തിൽ അരപ്പട്ട എന്നിവയാണ് തെയ്യത്തിൻ്റെ വേഷം. ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിൽ കാവുകളിലും ക്ഷേത്രങ്ങളിലും തെയ്യം നടക്കുന്നു. ചെണ്ട, കുഴൽ, ഇലത്താളം എന്നിവയാണ് പ്രധാന വാദ്യങ്ങൾ. ഗ്രാമത്തെ കാക്കുന്ന ദേവതകളായി തെയ്യത്തെ ആളുകൾ ആരാധിക്കുന്നു. ഇനി അടുത്തത്, പ്രവർത്തനം 4, താരതമ്യക്കുറിപ്പ്. കാഴ്ചവട്ടം. കാറ്റു പിടിച്ചു വളഞ്ഞൊരു വാടിയ വള്ളിത്തണ്ടു കണക്കെ ചുമച്ചു തളർന്നൊരു കമ്പിൽ തൂങ്ങി ഒരലിൽ കൂടുവരുന്നു പണ്ടീ മണ്ണിൽ പൊരുതിയ പഴയൊരു കർഷകനാണ് അദ്ദേഹം. പൂനെല്ലിൻ പുതുമണ്ണിൽ സൗരഭമേൽക്കാൻ കൊതിയാണെന്നും പുഞ്ചകം നികന്നതു കണ്ടു പിന്നെ തോടു വരണ്ടത് കണ്ടു വിതയും കൊയ്തു മെതിയും പാട്ടും മെല്ലെ മറഞ്ഞതറിഞ്ഞു കൊടുതിക്കാഴ്ചകൾ കണ്ടൊരു കണ്ണിൽ ഇരുള് നിറഞ്ഞത് കനത്തു. ഈ കവിതയിലെ ആശയവും ഗ്രാമശ്രീ എന്ന കവിതയിലെ ആശയങ്ങളും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമുക്കത് നോക്കാം.
കാഴ്ചവട്ടം എന്ന കവിതയിലും ഗ്രാമശ്രീ എന്ന കവിതയിലും ഗ്രാമത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും രണ്ടിൻ്റെയും കാഴ്ചപ്പാടിൽ വ്യത്യാസമുണ്ട്. കാഴ്ചവട്ടം ഒരു കർഷകൻ്റെ കണ്ണിലൂടെയുള്ള ഗ്രാമക്കാഴ്ചയാണ്. പണ്ടീ മണ്ണിൽ പൊരുതിയ പഴയൊരു കർഷകനാണ് അദ്ദേഹം എന്ന വരി പോലെ വിതയും കൊയ്ത്തും മെതിയും പാട്ടുമായി ജീവിക്കുന്ന കർഷകൻ്റെ സന്തോഷവും, കൊടുതിക്കാഴ്ചകൾ കണ്ടൊരു കണ്ണിൽ ഇരുളു നിറഞ്ഞ കനത്തു എന്ന് പറയുന്നത് പോലെയുള്ള ദുഃഖവും ഈ കവിതയിൽ കാണാം. അതായത് കൃഷിയുടെ യാഥാർത്ഥ്യങ്ങളും കർഷകൻ്റെ വേദനകളും ഇവിടെ പ്രധാനമാണ്. എന്നാൽ ഗ്രാമശ്രീയിൽ ഗ്രാമത്തിൻ്റെ പുറമേയുള്ള പ്രകൃതി ഭംഗിയാണ് കവി വർണ്ണിക്കുന്നത്. പച്ചപ്പ് നിറഞ്ഞ വയലുകളും ഒഴുകുന്ന നദികളും ശുദ്ധവായുവും പക്ഷികളുടെ കലപിലയും നിറഞ്ഞ ആദർശ ഗ്രാമമാണ് ഗ്രാമശ്രീ. അങ്ങനെ നോക്കുമ്പോൾ കാഴ്ചവട്ടം ഗ്രാമത്തിനുള്ളിലെ മനുഷ്യൻ്റെ ജീവിതം കാണിക്കുമ്പോൾ ഗ്രാമശ്രീ ഗ്രാമത്തിൻ്റെ പുറമെയുള്ള സൗന്ദര്യം കാണിക്കുന്നു. രണ്ട് കവിതകളും ചേർന്ന് വായിക്കുമ്പോൾ ഗ്രാമം എന്നത് ഭംഗി മാത്രമല്ല, അത് അധ്വാനവും ജീവിത പോരാട്ടവുമാണ് എന്ന സത്യം നമുക്ക് മനസ്സിലാകുന്നു. പ്രവർത്തനം 5 അഭിമുഖ ചോദ്യാവലി. കൃഷിരീതികളിൽ നൂതനമായ നിരവധി പുതുമകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വിത്തുസംഭരണത്തിൽ, കൃഷി ഉപകരണങ്ങളിൽ, വിള സംസ്കരണത്തിൽ എല്ലാം കൃഷി ഓഫീസറുമായി സംസാരിച്ചാൽ കൂടുതൽ വസ്തുതകൾ മനസ്സിലാക്കാം. അദ്ദേഹവുമായിട്ടുള്ള അഭിമുഖത്തിനായി ചോദ്യങ്ങൾ തയ്യാറാക്കാം. കുറഞ്ഞത് 5 ചോദ്യങ്ങൾ. അപ്പം നമുക്കത് നോക്കാം. ചോദ്യം 1. കൃഷിയിൽ നൂതനമായ നിരവധി രീതികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഉത്തരം വിള ഉൽപ്പാദനം കൂട്ടാനും കുറഞ്ഞ സമയത്തിൽ കൂടുതൽ വിള ലഭിക്കാനും. അടുത്തത്, വിത്ത് സംരക്ഷണത്തിന് കർഷകർ എന്താണ് ചെയ്യുന്നത്? അതിനുത്തരം വിത്തുകൾ ഉണക്കിയെടുത്ത് വിത്തുമൂടിൽ സൂക്ഷിക്കുന്നു. അടുത്തത്, കൃഷി സംബന്ധമായ ആശയങ്ങൾ തീർക്കാൻ കർഷകർ ആരെയാണ് സമീപിക്കുന്നത്? അതിനുത്തരം കൃഷി ഓഫീസറെ. അടുത്തത്, റീൽ സംസ്കരണത്തിൽ കർഷകർക്ക് ലഭിക്കുന്ന സഹായം എന്താണ്? അതിൻ്റെ ഉത്തരം നെല്ല്, പച്ചക്കറികൾ തുടങ്ങിയവയുടെ വിപണനത്തിനും സംസ്കരണത്തിനും ലാഭം ലഭിക്കുന്നു. അടുത്തത്, കൃഷി ഉപകരണങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ കർഷകർ എവിടെ പോകണം? അതിൻ്റെ ഉത്തരം കൃഷിഭവനിലോ കൃഷി ഓഫീസിലോ. ഇനി അടുത്തത്, പ്രവർത്തനം 6 കുറിപ്പ് തയ്യാറാക്കാം. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോർജ് വാഷിങ്ടൺ ഒരിക്കൽ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു: മനുഷ്യൻ്റെ ഏറ്റവും ആരോഗ്യപ്രദവും ശ്രേഷ്ഠവുമായ തൊഴിലാണ് കൃഷി. ഈ വരികളിലെ ആശയം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പം നമുക്കത് നോക്കാം. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോർജ് വാഷിങ്ടൺ പറഞ്ഞിട്ടുണ്ട്: മനുഷ്യൻ്റെ ഏറ്റവും ആദരവ് അർഹിക്കുന്നതും ശ്രേഷ്ഠവുമായ തൊഴിലാണ് കൃഷി. ഈ വരികളിലെ ആശയം വളരെ ആഴമുള്ളതാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അടിസ്ഥാനം കൃഷിയാണ്. നെല്ലും പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും എല്ലാം കർഷകൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ്. കൃഷി ചെയ്യുന്നവൻ മണ്ണിനോടും പ്രകൃതിയോടും ചേർന്ന് ജീവിക്കുന്നു. വെയിലും മഴയും കൊള്ളുകയും കഷ്ടപ്പെടുകയും ചെയ്താണ് അവൻ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കിത്തരുന്നത്. ഒരു നാടിൻ്റെ സമ്പത്തും ജനങ്ങളുടെ ജീവിതവും കൃഷിയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഫാക്ടറികളും മറ്റു തൊഴിലുകളും ഉണ്ടെങ്കിലും വയർ നിറക്കാൻ കൃഷി വേണം. അതുകൊണ്ടാണ് കൃഷിയെ ശ്രേഷ്ഠമായ തൊഴിൽ എന്ന് പറയുന്നത്. കർഷകനെ ബഹുമാനിക്കുകയും കൃഷിയെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. ഇനി അടുത്തത്, ബി ചോദ്യം. വിത്തുമൂട ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഉണക്കിയെടുക്കുന്ന വിത്തുകൾ സൂക്ഷിക്കുന്നതിന്, വിത്തുകൾ തയ്യാറാക്കുന്നതിന്, വിത്തുകൾ പാകുന്നത്. എന്തിനായിരിക്കും? ഉണക്കിയെടുക്കുന്ന വിത്തുകൾ സൂക്ഷിക്കുന്നതിന്. അപ്പം നമ്മൾ അടിസ്ഥാന പാഠാവലിയുടെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കി. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് തരാനും മറക്കില്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.